നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക്സ് സിലബസ് ഭാഗത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദന ഘടകങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇനി നമുക്ക് ദേശീയ വരുമാനത്തെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ പഠിക്കണമെങ്കിൽ ഈ ടോപ്പിക്കിലെ അറിവ് അത്യാവശ്യമാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ടോപ്പിക് പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റു സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി അംഗമാവുക. ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഏതാണ്? ഉൽപാദന ഘടകങ്ങൾ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലേ? ആദ്യം നമുക്ക് പരിചയപ്പെടേണ്ടത് ഈ ടേം തന്നെയാണ്. എന്താണ് ഉൽപാദന ഘടകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൽപാദന ഘടകങ്ങൾ എന്നുള്ളതിന് വളരെ ലളിതമായിട്ടുള്ള ഒരു നിർവചനം നൽകിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഏതെങ്കിലും ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം നിർമ്മിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പറഞ്ഞത്? ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം നിർമ്മിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഞാൻ ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞു. ആ ഇൻപുട്ടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഉൽപ്പന്നം, സേവനം എന്നുകൂടി ഞാൻ പറഞ്ഞു. ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ഫാക്ടറിയിൽ കളിപ്പാട്ടങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് കളിപ്പാട്ടങ്ങളാണ് അല്ലേ? അതേസമയം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സേവനമാണ്. ഒരു ടെലികോം ദാതാവിൽ നിന്ന് കിട്ടുന്നത് സേവനമാണ്. ഒരു ബാങ്കിൽ നിന്ന് കിട്ടുന്നത് സേവനമാണ് അല്ലേ? അത്തരത്തിലുള്ള സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ നിർമ്മിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് വേണമെങ്കിൽ വേറൊരു രീതിയിൽ കൂടി പറയാം. ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഇൻപുട്ടുകളുടെ ഔട്ട്പുട്ടാണ് ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം എന്നും പറയാം. ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഇൻപുട്ടുകളുടെ ഔട്ട്പുട്ടാണ് ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം എന്നും പറയാം. പല രീതിയിൽ ആ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ലോകത്ത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളുണ്ട്. ഒന്ന് ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. മറ്റൊന്ന് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അതേതാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പോൾ ഈ സമ്പദ് വ്യവസ്ഥകളിൽ ഉൽപാദന ഘടകങ്ങൾ എങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആര് നിയന്ത്രിക്കപ്പെടുന്നു എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലാഭം മാത്രം ലക്ഷ്യമാക്കി പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ബിസിനസ് ഉടമകളായിരിക്കും, സ്വകാര്യ വ്യക്തികളായിരിക്കും അല്ലേ? ബിസിനസ് ഉടമകളായിരിക്കും, സ്വകാര്യ വ്യക്തികളായിരിക്കും. അപ്പോൾ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത് മുതലാളിമാരായിരിക്കും, അതായത് ബിസിനസ് ഉടമകളായിരിക്കും, സ്വകാര്യ വ്യക്തികളായിരിക്കും. എന്നാൽ ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ അങ്ങനെ ആയിരിക്കുമോ? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? സർക്കാരായിരിക്കും, ഗവൺമെൻറ് ആയിരിക്കും അല്ലേ? സർക്കാരായിരിക്കും, ഗവൺമെൻറ് ആയിരിക്കും. എവിടെ നിയന്ത്രിക്കുന്നത്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപാദന ഘടകങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അവിടെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞു, ഇൻപുട്ടുകൾ അല്ലേ? പ്രധാനമായിട്ട് നമ്മൾ ഉൽപാദന ഘടകങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ 4ആണ്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഒന്ന് ഭൂമി അല്ലേ? ഉൽപാദന ഘടകങ്ങളിൽ ആദ്യത്തേത് ഏതാണ്? ഭൂമി. വേറൊന്ന് തൊഴിലാളി. തൊഴിലാളി എന്നുള്ളതിന് അധ്വാനം എന്നുകൂടി പറയാം. തൊഴിലാളി അല്ലെങ്കിൽ അധ്വാനം. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ 4എണ്ണമാണ്. അതിലാദ്യത്തേത് ഭൂമി, രണ്ടാമത്തേത് തൊഴിലാളി അല്ലെങ്കിൽ അധ്വാനം, മൂന്നാമത്തേത് മൂലധനം, നാലാമത്തേത് സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ. സംരംഭകനെന്നോ സംഘാടകനെന്നോ പറയാം.
അപ്പോൾ ഭൂമിയുണ്ട്, തൊഴിലാളിയുണ്ട്, മൂലധനമുണ്ട്, സംരംഭകനുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഇൻപുട്ടുകളുടെ ഔട്ട്പുട്ടാണ് എന്തെന്ന് പറഞ്ഞു? ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം എന്ന് പറഞ്ഞു. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇൻപുട്ടുകൾ എന്ന് പറഞ്ഞത് ഇതാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഉൽപാദനത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്കൊരു പ്രാധാന്യമുണ്ട്, അല്ലേ? ഭൂമിക്കൊരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ കൃഷി ചെയ്യുന്നു, നിങ്ങൾക്ക് ഭൂമി വേണം. ഇനി അത് കഴിഞ്ഞിട്ട് തൊഴിലാളി, ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളി, മനുഷ്യ അധ്വാനത്തിന് പ്രാധാന്യമുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മൂലധനം, ഉൽപാദന പ്രക്രിയയിൽ യന്ത്ര സാമഗ്രികളൊക്കെ ഉണ്ട്, അതെന്താണ്? മൂലധനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് സംരംഭകൻ, ഒരാളായിരിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് സംരംഭകൻ. അപ്പോൾ 4 ഉൽപാദന ഘടകങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റ് കൂടി മനസ്സിലാക്കി വെക്കുക. ഉൽപാദന ഘടകങ്ങൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെയാണ്? ഉൽപാദന ഘടകങ്ങൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെ എന്ന് ചോദിക്കാം. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ഉപജ്ഞാതാവ് ആരെ എന്ന് ചോദിക്കാൻ സാധ്യതയില്ല, കാരണം ഒരാളെ ആയിട്ട് അങ്ങനെ പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരൊക്കെ എന്നാണ് ചോദിക്കാൻ സാധ്യത. അങ്ങനെ ചോദിച്ചാൽ സ്കോട്ട്ലൻഡുകാരൻ ആഡം സ്മിത്ത്, ഇംഗ്ലണ്ടുകാരൻ ഡേവിഡ് റിക്കാർഡോ. സ്കോട്ട്ലൻഡുകാരൻ ആഡം സ്മിത്ത്, ഇംഗ്ലണ്ടുകാരൻ ഡേവിഡ് റിക്കാർഡോ, ഇവരാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. ഇനി ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചാൽ ചോയ്സിൽ ഡേവിഡ് റിക്കാർഡോയുടെ പേര് മാത്രമേ തന്നിരിക്കാൻ സാധ്യതയുള്ളൂ, എങ്കിൽ അതാണ് ഉത്തരം. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ആദ്യകാലത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഉൽപാദന ഘടകമായിട്ട് അധ്വാനത്തെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. പണ്ട് ഉൽപാദന ഘടകമായിട്ട് അധ്വാനത്തെ മാത്രമേ പരിഗണിച്ചിരുന്നുള്ളൂ. പിന്നീട് ആഡം സ്മിത്തിനെ പോലെ ഡേവിഡ് റിക്കാർഡോയെ പോലെയുള്ളവരാണ് ഈ പറഞ്ഞ ഉൽപാദന ഘടകം, അതായത് അധ്വാനം എന്ന് പറയുന്ന ഉൽപാദന ഘടകത്തിന് പുറമേ മറ്റ് 2 ഘടകങ്ങളെ കൂടി കൂട്ടിച്ചേർത്തത്, അല്ലെങ്കിൽ ഉൽപാദന പ്രക്രിയയിൽ മറ്റ് 2 ഘടകങ്ങൾ കൂടി ഉണ്ട് എന്ന് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഭൂമിയും മൂലധനവും. അപ്പോൾ നേരത്തെ അധ്വാനമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ കൂട്ടത്തിൽ ഭൂമിയും മൂലധനവും ഒക്കെ ഉൽപാദന ഘടകമായിട്ട് കൂട്ടിച്ചേർത്ത് ഇന്ന് കാണുന്ന ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നത് ആരെ എന്ന് ചോദിച്ചാൽ ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡോയുമാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഒരു കാര്യം പറഞ്ഞില്ല, സംരംഭകൻ, അല്ലേ? ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡോയും ഉപജ്ഞാതാക്കളാണെന്ന് പറഞ്ഞു. അവരെ പറഞ്ഞ എന്താണ്? ഭൂമി, അധ്വാനം, മൂലധനമാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ സംരംഭകൻ ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൽ 4 എണ്ണം പറഞ്ഞതിൽ സംരംഭകനില്ലേ? ഉണ്ട്. അപ്പോൾ മുമ്പ് സംരംഭകൻ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഏതിലായിരുന്നു? മൂലധനം എന്ന് പറയുന്ന ആ ആശയത്തിനകത്ത്, അല്ലെങ്കിൽ ആ ഉൽപാദന ഘടകത്തിനകത്തായിരുന്നു ഏത്? സംരംഭകൻ ഉണ്ടായിരുന്നത്. പുതിയ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ പറയുന്ന ദിവസങ്ങളിൽ ഇതെന്തായി? ഈ പറഞ്ഞ സംരംഭകൻ എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഉൽപാദന ഘടകമായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉൽപാദന ഘടകങ്ങൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ 4 എണ്ണമാണ്. ആദ്യകാലത്ത് അധ്വാനത്തെ മാത്രമേ ഉൽപാദന ഘടകമായിട്ട് പരിഗണിച്ചിട്ടുള്ളൂ. ഉൽപാദന ഘടകങ്ങളിൽ ഏറ്റവും നവീനമായിട്ടുള്ള ഉൽപാദന ഘടകം ഏതെന്ന് ചോദിച്ചാൽ എന്ന് പറയാം, സംരംഭകനാണ് എന്ന് പറയാം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് 4 ഉൽപാദന ഘടകങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിലാദ്യം നമുക്ക് ഭൂമിയെ എടുക്കാം. ഭൂമി ഒരു ഉൽപാദന ഘടകമാണ്, അല്ലേ? ഭൂമി എന്ന് പറയുമ്പോൾ പല രീതിയിൽ നിർവചിക്കാം. പക്ഷേ ഇവിടെ ഉൽപാദന ഘടകങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു തുണ്ടുഭൂമി എന്നുള്ള ഒരു അർത്ഥത്തിൽ എടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുന്നു, ഒരു ഭൂമിയുണ്ട്, അവിടെ ഒരു പീസ് ഓഫ് ലാൻഡ് ഉണ്ട്. തീർച്ചയായിട്ടും ആ ഭൂമി എന്താണ്? ഉൽപാദന ഘടകമായിട്ട് പരിഗണിക്കപ്പെടുന്ന ഭൂമി തന്നെയാണ്. പക്ഷെ ഭൂമി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി വലിയ ആശയമാണ്. ഇപ്പോൾ ഉൽപാദന ഘടകമാണ് ഭൂമി എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നുള്ള ഉൽപാദന ഘടകത്തിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഒരു തുണ്ട് ഭൂമി എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കരുത്. ഇപ്പോൾ കൃഷിഭൂമി ഉൽപാദന ഘടകമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമാണ്. പക്ഷെ അങ്ങനെ മാത്രമല്ല അതിനർത്ഥമുള്ളത്, അതിന് വിശാലമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. എന്താണ് പറഞ്ഞത്? എല്ലാ പ്രകൃതി വിഭവങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളുന്നു. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ സൂര്യപ്രകാശം
ഒരു പ്രകൃതി വിഭവമാണ്, അല്ലേ? സൂര്യപ്രകാശം പ്രകൃതി വിഭവമാണ്, വായു പ്രകൃതി വിഭവമാണ്, അതുപോലെ ജലം പ്രകൃതി വിഭവമാണ്, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ എല്ലാ പ്രകൃതി വിഭവങ്ങളും ഏതിനകത്ത് ഉൾക്കൊള്ളുന്നു? ഭൂമി എന്ന് പറയുന്ന ഉൽപാദന ഘടകത്തിനകത്ത് ഉൾക്കൊള്ളുന്നു. ധാതുക്കളുണ്ട്, സ്വർണം, അതുപോലെ അലുമിനിയം, അതുപോലെ ഇരുമ്പ് പോലുള്ള ഈ പറഞ്ഞ ധാതുക്കൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ്? കൽക്കരി, പ്രകൃതിവാതകം. ഇതെല്ലാം ഏതിനകത്ത് വരും? ഭൂമി എന്നുള്ള ആശയത്തിനകത്ത് വരും. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ കേവലം ഒരു തുണ്ട് ഭൂമി മാത്രമായിട്ട് കാണരുത്. അപ്പോൾ ഉൽപാദന ഘടകം ഏത്? ഭൂമി. അതിനകത്ത് എന്തെല്ലാം വരും? എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഭൂമി എന്ന് പറയുന്ന ആശയത്തിനകത്ത് സൂര്യപ്രകാശം വരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം വരും. പ്രകൃതിവാതകം വരുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം വരും. വായു വരുമോ, കാറ്റ് വരുമോ എന്ന് ചോദിച്ചാൽ സംശയം വരും. കാറ്റൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? പ്രകൃതി വിഭവങ്ങളുടെ ഭാഗമാണ്. അത് ഭൂമി എന്ന് പറയുന്ന ആ വിശാലമായ ആശയത്തിനകത്ത് വരും. ഇനി അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ ഉൽപാദന ഘടകങ്ങളെ നമ്മൾ തരംതിരിക്കാറുണ്ട്. എങ്ങനെ തരംതിരിക്കും? ഫിക്സഡ് ഫാക്ടർ, വേരിയബിൾ ഫാക്ടർ എന്ന് തരംതിരിക്കാറുണ്ട്. ഉൽപാദന ഘടകങ്ങളെ ഫിക്സഡ് ഫാക്ടർ, വേരിയബിൾ ഫാക്ടർ എന്ന് തരംതിരിക്കാറുണ്ട്. എന്താണ് ഫിക്സഡ് ഫാക്ടർ? സ്ഥിര ഘടകം. എന്താണ് വേരിയബിൾ ഫാക്ടർ? ചേഞ്ച് ആവാൻ സാധ്യതയുള്ള ഘടകം, മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ള ഘടകം, അല്ലേ? അപ്പോൾ സ്ഥിര ഘടകവുമുണ്ട്, അസ്ഥിര ഘടകവുമുണ്ട്. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ നമ്മൾ 4 പഠിച്ചു. അതിൽ ചിലത് സ്ഥിര ഘടകമാണ്, ചിലത് അസ്ഥിര ഘടകമാണ്. ഭൂമി എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടറാണോ വേരിയബിൾ ഫാക്ടറാണോ എന്ന് ചോദിച്ചാൽ ഭൂമി സ്ഥിര ഘടകമാണ്. ഇപ്പോൾ ഉൽപാദന പ്രക്രിയയെ നമ്മൾ തരംതിരിക്കാറുണ്ട്. ഒരു ഷോർട്ട് റണ്ണിലുള്ള ഉൽപാദന പ്രക്രിയ, ഒരു ലോങ് റണ്ണിലുള്ള ഉൽപാദന പ്രക്രിയ. അതായത് ഒരു ചെറിയ കാലയളവിൽ ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്ന് പറയുന്നത് സ്ഥിര ഘടകമായിരിക്കും. ലോങ് റണ്ണിൽ ചിലപ്പോൾ ഇത് ഈ പറഞ്ഞ കൂടാം, ഭൂമിയുടെ അളവ് കൂടാം, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറാം. അപ്പോൾ അതെന്താവാം? ഈ പറഞ്ഞ വേരിയബിൾ ഫാക്ടർ ആവാം. ഒരു സാധാരണ സ്ഥിതിയിൽ, അതായത് ഒരു ഷോർട്ട് റണ്ണിൽ ഭൂമി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഫിക്സഡ് ഫാക്ടർ ആയിരിക്കും. അത് മനസ്സിലാക്കാൻ നമുക്ക് വേറൊരു ഉൽപാദന ഘടകത്തിലോട്ട് വരാം. തൊഴിലാളി എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടറാണോ വേരിയബിൾ ഫാക്ടറാണോ എന്ന് ചോദിച്ചാൽ വേരിയബിൾ ഫാക്ടറാണ്. ഇപ്പോൾ ഒരു കമ്പനി, ആ കമ്പനിയിൽ കുറച്ച് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളുടെ എണ്ണം വേണമെങ്കിൽ ഒരു ഷോർട്ട് റണ്ണിൽ കൂടാം കുറയാം, അല്ലേ? തൊഴിലാളി എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പോൾ അവിടെ തൊഴിലാളികളുടെ എണ്ണം കൂടാം കുറയാം, അല്ലേ? അതുപോലെ ഒരു ഷോർട്ട് റണ്ണിൽ ഭൂമി എന്ന് പറയുന്നത് വ്യത്യാസപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയും ഉൽപാദന ഘടകങ്ങളിൽ ഭൂമി ഫിക്സഡ് ഫാക്ടറാണ്. അതേസമയം ഉൽപാദന ഘടകങ്ങളിൽ തൊഴിലാളി എന്താണ്? ഒരു വേരിയബിൾ ഫാക്ടറാണ്, അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു രീതിയിൽ കൂടി പറയും, പാസീവ് ഫാക്ടർ. ഭൂമി പാസീവ് ഫാക്ടറാണെന്ന് പറയും. ഉൽപാദന ഘടകങ്ങളെ അങ്ങനെയും തരംതിരിക്കാറുണ്ട്. പാസീവ് ഫാക്ടർ, ആക്റ്റീവ് ഫാക്ടർ. എന്താണ് പാസീവ് ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാസീവ് നിഷ്ക്രിയ ഘടകം. ആക്റ്റീവ് എന്ന് പറഞ്ഞാലോ സക്രിയ ഘടകം. എന്താണ് അത് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഭൂമി സ്വയം ഒരു ഉൽപ്പന്നമായിട്ട് മാറത്തില്ല. ഭൂമിയിൽ നിങ്ങൾ അധ്വാനിക്കേണ്ടി വരും, കിളക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ? ഉൽപ്പന്നം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഭൂമി സ്വയം ഉൽപ്പന്നമാകുമോ? ഇല്ല. അപ്പോൾ അവിടെ വേറൊരു ഫോഴ്സ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഭൂമി സ്വയം ഉൽപ്പന്നമാവത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ പറയും എന്താണ്? പാസീവ് ഫാക്ടർ എന്ന് പറയും. എന്നാൽ ഒരു തൊഴിലാളിയെ നിങ്ങൾ പരിഗണിക്കുക. ഉൽപാദന ഘടകങ്ങളിൽ തൊഴിലാളി പാസീവ് ഫാക്ടറാണോ? ഒരിക്കലുമല്ല, മനുഷ്യനാണ്, ആക്റ്റീവ് ഫാക്ടറാണ്, അല്ലേ? അപ്പം നിങ്ങൾ ഈ ഉൽപാദന ഘടകങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിനകത്ത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് എങ്കിൽ, മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനുഷ്യനാണ് എങ്കിൽ അതെപ്പോഴും ആക്റ്റീവായിരിക്കും, വേരിയബിളായിരിക്കും, അല്ലേ? അപ്പോൾ തൊഴിലാളി എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ഫാക്ടറാണ്, തൊഴിലാളി എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഫാക്ടറാണ്. അതേസമയം ഭൂമി എന്ന് പറയുന്നത് ഒരു പാസീവ് ഫാക്ടറാണ്. ഭൂമി എന്ന് പറയുന്നത് എന്തുമാണ്? ഫിക്സഡ് ഫാക്ടറുമാണ്. ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഉൽപാദന ഘടകങ്ങൾ നമ്മൾ 4 പറഞ്ഞല്ലോ. അതിൽ ഉൽപാദന ഘടകങ്ങളിൽ പ്രാഥമിക ഘടകം ഏത് എന്ന് ചോദിച്ചാൽ ഭൂമിയാണ്. ഉൽപാദന ഘടകങ്ങളിൽ പ്രാഥമിക ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഏതാണ്?
ഭൂമിയാണ്. ഇനി ഒരു കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വയ്ക്കണം. ഉൽപാദന ഘടകമായിട്ടുള്ള ഭൂമിക്ക് ലഭിക്കുന്ന റിവാർഡ് എന്താണ്? അല്ലെ, നിങ്ങൾ കൃഷി ചെയ്യാനായിട്ട് ഒരു കൃഷിഭൂമി എന്ത് ചെയ്യുന്നു? പാട്ടത്തിനെടുക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കൊടുക്കണം? പാട്ടം കൊടുക്കണം. അല്ലെ, കൃഷിഭൂമിക്ക് നിങ്ങൾ പാട്ടം കൊടുക്കണം. അപ്പോൾ ഉൽപാദന ഘടകമായിട്ടുള്ള ഭൂമിക്ക് നൽകുന്ന പ്രതിഫലം, റിവാർഡ് എന്ത് എന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത്, പാട്ടമാണ്, വാടകയാണ്. അല്ലെ, രണ്ടും ഒന്ന് തന്നെയാണ്, റെന്റ്. ശരി, അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. രണ്ടാമത്തെ ഉൽപാദന ഘടകം തൊഴിലാളി. രണ്ടാമത്തെ ഉൽപാദന ഘടകം ഏതാണ്? തൊഴിലാളി, ലേബർ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊഴിലാളി, നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യ അധ്വാനം. തൊഴിലാളി എന്നുള്ളതിനെ ഇങ്ങനെ കൂടി എടുക്കണം, മനുഷ്യ അധ്വാനം. അല്ലേ, ഇനി അത് കഴിഞ്ഞിട്ട് തൊഴിലാളി എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് കൂലി എന്ന് നമ്മൾ പറയും. കൂലി, അല്ലേ, ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ചുമടെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, കൂലി. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് എന്ന് പറയാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എംപ്ലോയി എന്ന് പറയാറുണ്ട്. ഇവരെല്ലാവരും എന്ത് തന്നെയാണ്? തൊഴിലാളി എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനകത്ത് വരുന്ന ആൾക്കാർ തന്നെയാണ്. സ്റ്റാഫ് ആയാലും എംപ്ലോയി ആയാലും കൂലി ആയാലും തൊഴിലാളി എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരും. വേറെ രീതിയിൽ പറഞ്ഞാൽ മേസൻ കല്ലാശാരി, കാർപ്പൻ്റർ മരയാശാരി, ഡ്രൈവർ. അല്ലേ, അപ്പോൾ ഇവരും ഈ പറഞ്ഞ ലേബർ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരും. ഇപ്പോൾ ഡ്രൈവർ എന്ന് പറയുമ്പോൾ ബസ്സിൻ്റെ ഡ്രൈവറുണ്ട്, വിമാനത്തിൻ്റെ ഡ്രൈവറുണ്ട്, പൈലറ്റുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് കപ്പലിൻ്റെ ഡ്രൈവറുണ്ട്, അല്ലേ, ക്യാപ്റ്റൻ. ഇതെല്ലാം എന്തിനകത്ത് തന്നെയാണ് വരുന്നത്? ലേബർ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരും. ഇനി അത് കഴിഞ്ഞിട്ട് സംശയം വരരുത്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു വക്കീല്, അല്ലെ, അഡ്വക്കേറ്റ്, ഇവരും ഏതിനകത്ത് വരും? തൊഴിലാളി അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരും. കാരണം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാക്കുന്നു, അതിനൊരു അധ്വാനമുണ്ട്. ഡോക്ടർ നിങ്ങൾക്കൊരു സേവനം നൽകുന്നു, അതിനും ഒരു അധ്വാനമുണ്ട്. ടീച്ചർ എന്ത് ചെയ്യുന്നു? നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾക്കൊരു സേവനം നൽകുന്നു, അതിനും ഒരു അധ്വാനമുണ്ട്. വക്കീലും ഇങ്ങനെ തന്നെയാണ്, അദ്ദേഹവും നൽകുന്നത് സേവനമാണ്, അതിനെന്തുണ്ട്? അധ്വാനമുണ്ട്. അപ്പോൾ അതെല്ലാം ഏതിനകത്ത് വരും? തൊഴിലാളി എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരും. ഇനി നിങ്ങൾക്ക് വീണ്ടും സംശയം വരുന്ന ഒരു ഏരിയയാണ് പെയിൻറ്റർ, ചിത്രകാരൻ, സിംഗർ, പാട്ടുകാരൻ, ഡാൻസർ, നർത്തകൻ. ഈ പറഞ്ഞതും ഏതിനകത്ത് വരും? തൊഴിലാളി എന്നുള്ള കൺസെപ്റ്റിനകത്ത് വരും. അവിടെ നിങ്ങൾ പരിഗണിക്കേണ്ട എന്തിനെയാണ്? അധ്വാനത്തെയാണ്. ഇപ്പോൾ ഒരു ചിത്രകാരൻ 10 മണിക്കൂർ കൊണ്ടാണ് ഒരു ചിത്രം വരച്ചത്, അതിനകത്തൊരു അധ്വാനമുണ്ട്. പാട്ടുകാരനും ഒരു അധ്വാനമുണ്ട്, അതുപോലെ ഡാൻസർക്കും ഒരു അധ്വാനമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഏതിനകത്ത് വരും? മനുഷ്യ അധ്വാനം അല്ലെങ്കിൽ ലേബർ അല്ലെങ്കിൽ തൊഴിലാളി എന്നുള്ള കൺസെപ്റ്റിനകത്ത് വരും. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, തൊഴിലാളി എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടറാണോ വേരിയബിൾ ഫാക്ടറാണോ? മനുഷ്യനാണ്, ചേഞ്ചസ് വരും. അപ്പോൾ വേരിയബിൾ ഫാക്ടർ, അല്ലേ, അപ്പോൾ അത് വേരിയബിൾ ഫാക്ടറാണ്. ഇനി പാസീവാണോ ആക്റ്റീവാണോ? തൊഴിലാളി പാസീവാണോ ആക്റ്റീവാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യനാണ്, ആക്റ്റീവായിരിക്കും. എന്തായിരിക്കും? ആക്റ്റീവായിരിക്കും, സക്രിയ ഘടകമായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? തൊഴിലാളിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് വേതനം, വേജസ്. തൊഴിലാളിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഏത്? വേജസ്, അല്ലെ, വേതനം. ഭൂമിക്ക് എന്ത് കിട്ടും? വാടക. തൊഴിലാളിക്ക് എന്ത് കിട്ടും? വേജസ്, വേതനം കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഉൽപാദന ഘടകത്തിലോട്ട് വരാം, മൂലധനം, ക്യാപിറ്റൽ. ക്യാപിറ്റൽ, അല്ലെ, ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ മൂലധനം എത്രത്തോളം ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ മൂലധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ നിർവചിക്കാം? മനുഷ്യ നിർമ്മിത വിഭവങ്ങൾ. മൂലധനം എന്ന് പറയുമ്പോൾ നമുക്ക് നിർവചിക്കാവുന്നത് എങ്ങനെയാണ്? മനുഷ്യ നിർമ്മിത വിഭവങ്ങൾ, അല്ലേ. ഇപ്പം ഞാനൊരു സ്ഥാപനം നടത്തുന്നു, ആസ്ഥ അക്കാഡമി എന്ന് പറയുന്ന ഈ സ്ഥാപനം നടത്തുന്നു. ഈ സ്ഥാപനം നടത്തുമ്പോൾ എനിക്കുള്ള മൂലധനമാണ് ഈ ഡിജിറ്റൽ ബോർഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മൈക്ക്, ഈ ക്യാമറ, ഇവിടെയുള്ള ലൈറ്റ്, ഇവിടെയുള്ള ഈ പറഞ്ഞ സിസ്റ്റം, കമ്പ്യൂട്ടറുകൾ, ഇതെല്ലാം ഈ പറഞ്ഞ എന്താണ്? എൻ്റെ മൂലധനമാണ്, അല്ലേ. ഇതെല്ലാം എൻ്റെ മൂലധനമാണ്. ഇതെല്ലാം എന്താണ്? മനുഷ്യനിർമ്മിത വിഭവങ്ങളാണ്. ഈ സ്ഥാപനത്തിലെ മനുഷ്യനിർമ്മിത വിഭവങ്ങളാണ്, അല്ലേ. നിങ്ങളൊരു ട്യൂഷൻ ക്ലാസ് നടത്തുമ്പോൾ അവിടെ ബെഞ്ചുണ്ട്, ഡെസ്കുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് മേശയുണ്ട്, ചെയറുണ്ട്. ഇതെല്ലാം അവിടുത്തെ എന്താണ്? മൂലധനമാണ്, അവിടുത്തെ മൂലധന സാമഗ്രികളാണ്. ഇവയെല്ലാം മനുഷ്യനിർമ്മിത വിഭവങ്ങളുമാണ്, അല്ലേ. അപ്പോൾ മൂലധനം എന്ന് പറഞ്ഞാൽ മനുഷ്യ നിർമ്മിത വിഭവങ്ങളാണ്. ഇപ്പോൾ ഒരു ഫാക്ടറിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാക്ടറിയിൽ
യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, മറ്റുപകരണങ്ങൾ ഇവയെല്ലാം എന്താണ്? മൂലധനമാണ്. ഇവയെല്ലാം മൂലധനമാണ്. അപ്പോൾ ഒരു കാര്യം സംശയം വരും, പണം അല്ലേ, പണം മൂലധനമാണോ എന്ന് ചോദിച്ചാൽ പണം ഒരു വലിയ അർത്ഥത്തിൽ മൂലധനമാവും. ഒരു മൂലധനം എന്ന് പറയുന്ന ഒരു വലിയ ആശയത്തിനകത്ത് വരുമ്പോൾ പണം മൂലധനമായിട്ട് പരിഗണിക്കും. പക്ഷേ മൂലധനം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനിർമ്മിത വിഭവങ്ങളാണ്. ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക, നിങ്ങൾ ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറഞ്ഞ് 4 എണ്ണം പഠിച്ചു. അതിനകത്ത് പണമുണ്ടോ? പണം ഉൽപ്പാദന ഘടകങ്ങളിൽ ഉൾക്കൊള്ളുന്നില്ല, പണം ഉൽപ്പാദന ഘടകങ്ങളിൽ വരുന്നില്ല. 4 ഉൽപ്പാദന ഘടകങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങൾക്കകത്ത് ഏത് വരത്തില്ല? പണം വരത്തില്ല. ശരിയാണ്, മൂലധന സാമഗ്രികളൊക്കെ വേണമെങ്കിൽ പണം ആവശ്യമാണ്. അപ്പോൾ മൂലധനം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ ഒരു അർത്ഥത്തിൽ പണത്തെ എടുക്കാം എങ്കിൽ പോലും മൂലധനം എന്നുള്ളതിൻ്റെ കൃത്യമായ നിർവചനം മനുഷ്യനിർമ്മിത വിഭവങ്ങൾ എന്നുള്ളതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. മൂലധനം ഫിക്സഡ് ഫാക്ടറാണോ വേരിയബിൾ ഫാക്ടറാണോ? മൂലധനം ഫിക്സഡ് ഫാക്ടറാണോ വേരിയബിൾ ഫാക്ടറാണോ? മൂലധനം മനുഷ്യനാണോ? അല്ല. മനുഷ്യനല്ലെങ്കിൽ ഒരു ഷോർട്ട് റണ്ണിൽ അതെന്തായിരിക്കും? ഫിക്സഡ് ഫാക്ടർ ആയിരിക്കും. ഭൂമി മനുഷ്യനാണോ? അല്ല. അപ്പോൾ ഒരു ഷോർട്ട് റണ്ണിൽ ഭൂമി ഫിക്സഡ് ആയിരിക്കും. മനുഷ്യനാണെങ്കിൽ എന്താവും? ഈ പറഞ്ഞ വേരിയബിൾ ഫാക്ടർ ആവും അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ എങ്ങനെ എടുത്താൽ മതി, അങ്ങനെ എടുത്താൽ പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ ഈ പറഞ്ഞ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സഡ് ഫാക്ടർ ആയിരിക്കും. ഒരു ഷോർട്ട് റണ്ണിലെ കാര്യമാണ് ഈ പറയുന്നത്. ഷോർട്ട് റണ്ണിൽ മൂലധനം ഫിക്സഡ് ഫാക്ടർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു ഫാക്ടറി നടത്തുന്നു, ആ ഫാക്ടറിയിൽ മെഷീൻസ് ഉണ്ട്. ഒരു ഷോർട്ട് റണ്ണിൽ ആ മെഷീനൊന്നും മാറാൻ പോകുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ മെഷീനുകൾ വരാനും പോകുന്നില്ല. അപ്പോൾ അതെന്താണ്? ഫിക്സഡ് ഫാക്ടറാണ്, ഫിക്സഡ് ഫാക്ടറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പാസീവ് ആണോ ആക്റ്റീവ് ആണോ എന്ന് ചോദിക്കുന്നു അല്ലേ. മനുഷ്യനാണ് ആക്റ്റീവ് ആകുന്നത്. ഇവിടെ ഈ പറഞ്ഞ മൂലധനമുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാക്ടറിയിൽ മെഷീൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഉൽപ്പാദനമൊന്നും നടക്കൂല. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ വേണം അല്ലേ. ലേബർ എന്ത് ചെയ്യണം? അതിനകത്തൊരു അധ്വാനമൊക്കെ കൊടുത്താൽ മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ? ഉൽപ്പന്നമായിട്ട് മാറുള്ളൂ. ആ യന്ത്ര സാമഗ്രികൾ ഒരു ഉൽപ്പന്നം പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ യന്ത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂലധനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പാസീവാണ്. അപ്പോൾ മൂലധനം ഫിക്സഡ് ഫാക്ടറാണ്, അതുപോലെ തന്നെ മൂലധനം പാസീവ് ഫാക്ടറുമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ഉൽപ്പാദന ഘടകത്തിലോട്ട് വരാം. സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ. സംരംഭകൻ അല്ലെങ്കിൽ സംഘാടകൻ അല്ലേ. അവിടെ സംഘാടകനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഉൽപ്പാദന ഘടകങ്ങളിലെ ആദ്യത്തെ 3 ഘടകങ്ങൾ അവയെ ഭംഗിയായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സേവനം പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ആര്? സംരംഭകൻ അല്ലേ. ആദ്യത്തെ 3 ഉൽപ്പാദന ഘടകങ്ങളെ വളരെ കൃത്യമായിട്ട് ശരിയായ രീതിയിൽ സമന്വയിപ്പിച്ച് ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആളാണ് ആര്? സംരംഭകൻ. അപ്പം അത് ഓർത്ത് വയ്ക്കണം, സംരംഭകൻ. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. നേരത്തെ ഈ പറഞ്ഞ മൂലധനത്തിൻ്റെ പ്രതിഫലം എന്ത് എന്ന് ചോദിച്ചാലോ? മൂലധനത്തിൻ്റെ പ്രതിഫലം എന്ത് അല്ലേ. ഇപ്പോൾ ഭൂമിയുടെ പ്രതിഫലം വാടകയാണ് എന്ന് പറഞ്ഞു. ഭൂമിയുടെ പ്രതിഫലം വാടകയാണ്. തൊഴിലാളിയുടെ പ്രതിഫലം വേതനമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൂലധനത്തിൻ്റെ പ്രതിഫലം എന്താണ്? തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ തെറ്റിക്കരുത്. പലിശ എന്നാണ്. മൂലധനത്തിൻ്റെ പ്രതിഫലം എന്താണ്? പലിശ. ഞാൻ ഈ പറഞ്ഞ ഡിജിറ്റൽ ബോർഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ മൂലധന സാമഗ്രികൾ. അപ്പോൾ അതിനെന്ത് കൊടുക്കണം? ഞാൻ പലിശ കൊടുക്കണം. അപ്പോൾ മൂലധനത്തിൻ്റെ പ്രതിഫലം എന്ത് എന്ന് ചോദിച്ചാൽ പലിശയാണ്, ലാഭം എന്ന് എഴുതരുത്. ലാഭം എന്ന് എഴുതിയാണ് പിള്ളേർ തെറ്റിക്കുന്നത്. മൂലധനത്തിൻ്റെ പ്രതിഫലം പലിശ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സംരംഭകനെ കുറിച്ചാണ്. സംരംഭകൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 3 ഉൽപ്പാദന ഘടകങ്ങളെ ഭംഗിയായി ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം പ്രൊവൈഡ് ചെയ്യുന്നയാളാണ്. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നയാളാണ് ആര്? സംരംഭകൻ. അങ്ങനെ പറയുമ്പോൾ അയാൾ തീരുമാനങ്ങൾ എടുക്കുന്നയാളാണ് അല്ലേ. ഒരു ഉൽപ്പാദന പ്രക്രിയയിൽ തീരുമാനങ്ങൾ എടുക്കുന്നയാളാണ്. അതുപോലെ വെല്ലുവിളികളെ നേരിടുന്നയാളാണ്, റിസ്ക് എടുക്കുന്നയാളാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ വെല്ലുവിളികൾ നേരിടുന്ന റിസ്ക് എടുക്കുന്ന ആളാര് എന്ന് ചോദിച്ചാൽ തൊഴിലാളി എന്ന് പറയരുത്. ആരാണ്? സംരംഭകനാണ്. ആരാണ്? സംരംഭകൻ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് സംരംഭകൻ, ഓർഗനൈസർ,
ഫിക്സഡ് ഫാക്ടർ ആണോ വേരിയബിൾ ഫാക്ടർ ആണോ? തീർച്ചയായിട്ടും അതൊരു മനുഷ്യനാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? അത് വേരിയബിൾ ഫാക്ടർ ആയിരിക്കും. വേരിയബിൾ ഫാക്ടർ ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സംരംഭകൻ എന്നുള്ളത് മുതലാളി എന്നൊരു അർത്ഥം കൂടി നിങ്ങളുടെ മനസ്സിനകത്ത് കാണുമായിരിക്കും. ശരിയാണ്, മുതലാളിയെ നമുക്ക് സംരംഭകനായിട്ട് പറയാം. ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എടുക്ക്. ആ ഗൂഗിളിൻ്റെ CEO എന്ന് പറയുന്നത് സുന്ദർ പിച്ചയാണ്. അവിടെ ഈ പറഞ്ഞ ഉൽപ്പാദന ഘടകങ്ങളെ നിയന്ത്രിക്കുന്ന സംരംഭകൻ ആരാണ്? സുന്ദർ പിച്ചയാണ്. പക്ഷെ സുന്ദർ പിച്ച ഗൂഗിളിൻ്റെ എന്തല്ല? മുതലാളിയല്ല. പക്ഷെ അവിടെ കാര്യങ്ങൾ നോക്കുന്നത് അദ്ദേഹമാണ്. ഈ CEO എപ്പോഴും സ്ഥിരമായിരിക്കുമോ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ സംരംഭകൻ എന്ന് പറയുന്നത് നമ്മളൊരു വേരിയബിൾ ഫാക്ടറാണ് എന്ന് പറയും. അല്ലെങ്കിൽ തന്നെ ഒരു മുതലാളി, ആ മുതലാളി ഒരു ബിസിനസ് ഫേമിൽ സ്വീകരിക്കുന്ന സ്ട്രാറ്റജീസ് ഒക്കെ ഒരു ഷോർട്ട് റണ്ണിൽ പോലും ഈ പറഞ്ഞ മാറ്റും. ആ ഒരു രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അത് വേരിയബിൾ ഫാക്ടറാണ്. ഒരു മുതലാളി ഇപ്പോൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനം നേരെ ചൊവ്വേ പോകുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യും? മുതലാളി ചിലപ്പോൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ മാറ്റമൊക്കെ വരുത്തും. അപ്പോൾ അത് വേരിയബിൾ ആയിട്ടുള്ള ഫാക്ടറാണ്. സംരംഭകൻ വേരിയബിൾ ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പാസീവ് ആണോ ആക്റ്റീവ് ആണോ? സംരംഭകൻ പാസീവ് ആണോ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം പാസീവ് ആണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അല്ലേ? അപ്പോൾ അതെന്താണ്? ആക്റ്റീവാണ്. മനുഷ്യനാണ്, ആക്റ്റീവാണ്. അല്ലാത്തതൊക്കെ എന്തൊക്കെയായിരിക്കും? ഫിക്സഡ് ആയിരിക്കും, പാസീവ് ആയിരിക്കും. അപ്പോൾ അത് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ സംരംഭകൻ്റെ പ്രതിഫലം എന്താണ്? സംരംഭകന് ലഭിക്കുന്ന പ്രതിഫലം അതാണ് ലാഭം. സംരംഭകന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഏത്? ലാഭം അല്ലേ? മൂലധനത്തിൽ ലഭിക്കുന്ന പ്രതിഫലം ഏത്? അത് പലിശ. സംരംഭകന് ലഭിക്കുന്നത് ലാഭം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. വെപ്രാളത്തിൽ ഉത്തരവെഴുതി തെറ്റിക്കരുത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു വാക്ക് ഇവിടെ പരിചയപ്പെടണം. സംരംഭകത്വം പറഞ്ഞല്ലോ, അവിടെ ഒരു വാക്ക് നിങ്ങൾ പരിചയപ്പെടണം. ഔട്ട്സോഴ്സിങ്. എന്താണ് ഔട്ട്സോഴ്സിങ് അല്ലേ? എന്താണ് ഔട്ട്സോഴ്സിങ്? ഞാനിപ്പോൾ ഈ സ്ഥാപനം നടത്തുന്നു. ഇവിടെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സൗകര്യക്കുറവുള്ള ഏതെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ മറ്റൊരു സ്ഥാപനത്തെ ഏൽപ്പിക്കും. അവർ എന്ത് ചെയ്യും? എനിക്ക് ആ കാര്യങ്ങൾ ചെയ്തു തരും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്നതാണ് ഏത്? ഔട്ട്സോഴ്സിങ്. ഇപ്പോൾ അമേരിക്കയിലുള്ള ഒരുപാട് IT കമ്പനികൾ അവിടുത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് ഇന്ത്യയിലെ സ്ഥാപനങ്ങളെയാണ്. അതുകൊണ്ടുള്ള ഒരു ഗുണം കൂടിയുണ്ട്. എന്താണ്? ചെലവ് കുറയും. ഇന്ത്യയിൽ മനുഷ്യ വിഭവങ്ങൾ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറഞ്ഞ ചെലവിൽ ഇവിടെ പല കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്നതാണ് ഏത്? ഔട്ട്സോഴ്സിങ്. അപ്പോൾ ഒരു സ്ഥാപനം അവിടുത്തെ ചില പ്രവർത്തനങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ചിലത് മറ്റു ചില സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ വാടകയ്ക്ക് ഏൽപ്പിക്കുന്നു. അതിനെ എന്തെന്ന് പറയും? ഔട്ട്സോഴ്സിങ് എന്ന് പറയും. എന്തെന്ന് പറയും? ഔട്ട്സോഴ്സിങ് എന്ന് പറയും. അപ്പോൾ ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ കോസ്റ്റ് റിഡക്ഷൻ അല്ലേ? ചെലവ് ചുരുക്കാനായിട്ട് പറ്റും. ഔട്ട്സോഴ്സിങ്ങിൻ്റെ ഒരു ഗുണമാണ് ഏത്? ചെലവ് ചുരുക്കൽ അല്ലേ? ഇപ്പോൾ അമേരിക്കയിലെ IT കമ്പനികൾ ഇന്ത്യയിലെ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് ചില പ്രവർത്തനങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെലവ് കുറയ്ക്കാനായിട്ട് പറ്റും. ഇവിടെ മനുഷ്യ വിഭവങ്ങൾ ധാരാളം ഉള്ളത് കൊണ്ട് ചീപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉൽപ്പാദനം നടക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ പ്രവർത്തനം നടക്കും. അപ്പോൾ അതുകൊണ്ട് ചെലവ് ചുരുക്കാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് ഇൻക്രീസിങ് എഫിഷ്യൻസി. ഒരു സ്ഥാപനത്തിന് അതിൻ്റെ സേവനങ്ങൾ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നടത്തുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ പുറത്തുനിന്ന് കടം കൊള്ളാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എഫിഷ്യൻസി കൂട്ടാനും ഔട്ട്സോഴ്സിങ് ഉപയോഗിക്കാം. അതുപോലെ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം കൂട്ടാനും ഔട്ട്സോഴ്സിങ് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഔട്ട്സോഴ്സിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഇക്വേഷനാണ് ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, നമുക്ക് പ്രൊഡക്ഷൻ എന്ന് എടുക്കാം. ക്യൂ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സേവനം എന്നൊക്കെ എടുക്കാം. ക്യൂ എന്ന് പറയുന്നത് K+L ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? K+L. K എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ. K എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ, L എന്ന് പറഞ്ഞാൽ ലേബർ അല്ലേ? ക്യാപിറ്റൽ കൂടുന്തോറും ലേബർ കൂടുന്തോറും കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവും, കൂടുതൽ ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ Q = K+L എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം വേറെ രീതി പറയാണ്. വാടക 20 രൂപ, അതായത് ഭൂമിക്ക് കൊടുത്ത വാടകയാണ്. ഭൂമിക്കാണല്ലോ വാടക കൊടുക്കുന്നത്. വാടക 20 രൂപ, വേതനം 20 രൂപ, അതായത് ലേബറിന് കൊടുത്തതാണ് വേതനം 20 രൂപ.
പലിശ 20 രൂപ എന്ന് പറഞ്ഞാൽ മൂലധനത്തിന് കൊടുത്തതാണ് പലിശ 20 രൂപ. ലാഭം 40 രൂപ. ആ സംരംഭകൻ്റെ ലാഭമാണ് 40 രൂപ. അങ്ങനെ ആയാൽ ടോട്ടൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുത്തപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര രൂപയായി? 100 രൂപയായി അല്ലേ? 20 രൂപ വാടക, 20 രൂപ വേതനം 40, പലിശ 20 രൂപ 60, പ്രോഫിറ്റ് ലാഭം 40 രൂപ. സംരംഭകൻ ഉദ്ദേശിക്കുന്നത് 40 രൂപ ലാഭമാണ്. അങ്ങനെയാണെങ്കിൽ 60 + 40 ആ ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ് ഇപ്പോൾ എത്രയായി? പ്രൊഡക്ഷൻ കോസ്റ്റ്, ഉൽപ്പാദന വില എത്രയായി എന്ന് ചോദിച്ചാൽ മൊത്തം 100 രൂപയായി. ഇതിനെ നമ്മൾ പറയും ഫാക്ടർ കോസ്റ്റ്. ഇതിനെ നമ്മൾ പറയും എന്താണ്? ഫാക്ടർ കോസ്റ്റ്, ഘടക ചെലവ് അല്ലെങ്കിൽ ഫാക്ടർ ചെലവ് എന്ന് നമ്മൾ പറയും. ഫാക്ടർ ചെലവ് അതായത് ഫാക്ടർ കോസ്റ്റ് എത്രയാണ്? 100 രൂപ. അപ്പോൾ എങ്ങനെയാണ് ഫാക്ടർ കോസ്റ്റ് നമുക്ക് കിട്ടുന്നത്? ഉൽപ്പാദന ഘടകങ്ങൾക്ക് എന്തായാലും റിവാർഡ് കൊടുക്കണം. ആ റിവാർഡിൻ്റെ സമ്മാണ് ഏത്? ഫാക്ടർ കോസ്റ്റ്. ഉൽപ്പാദന ഘടകങ്ങൾക്ക് റിവാർഡ് കൊടുക്കണം. ആ റിവാർഡ് അതിൻ്റെ സമ്മാണ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉണ്ടായപ്പോൾ ഇപ്പോൾ ഇത്ര രൂപയായി, 100 രൂപയായി എന്ന് വയ്ക്കുക. ഇനി ഇതെന്ത് ചെയ്യും? മാർക്കറ്റിൽ വരും. ഇത് മാർക്കറ്റ് വരും. അപ്പോൾ വില ഇത് തന്നെ ആയിരിക്കുമോ? ഇല്ല, കമ്പോളത്തിൽ വേറെ വിലയാണ്. വില കൂടും. എന്തുകൊണ്ടാണ് വില കൂടുന്നത്? ഇതിനോടൊപ്പം എന്ത് ചേരും? ടാക്സ് ചേരും അല്ലെ? സർക്കാർ ഏർപ്പെടുത്തുന്ന ടാക്സ് ചേരും. അപ്പോൾ ആ ടാക്സ് കൂടി ചേരുന്നതായിരിക്കും എന്ത്? മാർക്കറ്റ് പ്രൈസ് അഥവാ കമ്പോള വില അല്ലെ? അപ്പോൾ ഫാക്ടർ കോസ്റ്റിൻ്റെ കൂടെ എന്തുകൂടി ചേരും? ടാക്സ് കൂടി ചേരും. ചില സാഹചര്യങ്ങളിൽ സബ്സിഡി കൂടി ഉണ്ടാകും. എന്താണ് സബ്സിഡി അല്ലേ? ഉൽപ്പന്നം വളമാണ്, ഫെർട്ടിലൈസർ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ടാക്സ് ഉണ്ടാവും. അപ്പോൾ 100 രൂപയ്ക്ക് വളം ഉണ്ടാക്കി. ഫാക്ടർ കോസ്റ്റ്, വളത്തിൻ്റെ ഫാക്ടർ കോസ്റ്റ് 100 ഇനി അത് കഴിഞ്ഞിട്ട് ടാക്സ് 10%, അതായത് 10 രൂപ. ടാക്സ് 10 രൂപ, അപ്പോൾ 110 രൂപയായി. ഇനി ഗവൺമെൻറ് എന്ത് ചെയ്യും? സബ്സിഡി കൊടുക്കും. സബ്സിഡി എന്ന് പറയുന്നത് കുറയുന്നതാണ്. 5% സബ്സിഡി കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 5 രൂപ സബ്സിഡി. അപ്പോൾ എങ്ങനെയായി? 100, അതായത് ഫാക്ടർ കോസ്റ്റ്, അതിൻ്റെ കൂടെ ടാക്സ് കൂട്ടി 10, 110, അതിൽ നിന്ന് സബ്സിഡി കുറച്ചു എത്ര? 105. ഇതായിരിക്കും എന്ത്? മാർക്കറ്റ് പ്രൈസ് അല്ലേ? അപ്പോൾ ഫാക്ടർ കോസ്റ്റിൽ ഇല്ലാത്തത് എന്താണ്? ഫാക്ടർ കോസ്റ്റിൽ ഇല്ലാത്തത് ടാക്സും സബ്സിഡിയുമാണ്. ഫാക്ടർ കോസ്റ്റിൽ ഇല്ലാത്തത് ടാക്സും സബ്സിഡിയുമാണ്. ഇനി മാർക്കറ്റ് പ്രൈസിൽ എന്തുണ്ട്? ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി, അതാണ് ഏതെന്ന് പറയുന്നത്? മാർക്കറ്റ് പ്രൈസ് അഥവാ കമ്പോള വില എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങൾ പിന്നീട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ദേശീയ വരുമാനമൊക്കെ പഠിക്കും. അതിനകത്ത് ഫാക്ടർ കോസ്റ്റ് എന്ത്, മാർക്കറ്റ് പ്രൈസ് എന്ത്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആ കാര്യം നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനോടൊപ്പം ആ കാര്യം കൂടി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പഠിച്ചത് ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ട സകല വസ്തുതകളും ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി കേൾക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.